ഹലോ. അപ്പോൾ ഇന്ന് വീട് മാറിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസമാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം അതായത് വീട്ടിൽ നിന്ന് ദോശയുടെ മാവൊക്കെ എടുത്ത് പിള്ളേരെല്ലാം കുളിപ്പിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഞാൻ കുളിച്ചില്ലാട്ടോ, ഞാൻ അവിടെ പോയിട്ട് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളവിടെ താമസം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ടും ഒരു അഡ്ജസ്റ്റ് ആവുന്നില്ല കേട്ടോ. അവിടെ നമ്മളുണ്ടായ വീട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അമ്പു സ്കൂളിൽ പോകാൻ ഞാൻ ഓൾറെഡി റെഡി ആയിട്ട് വന്നതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി വരാനായിട്ട് കാത്തു. അങ്ങനെ വണ്ടി വന്നു, അമ്പു സ്കൂളിൽ പോയിട്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് ഷിറ്റപ്പനെയും കൊണ്ടുള്ള പരിപാടിയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. എങ്കിൽ പോലും ഞങ്ങൾ ചായ കുടിച്ചു, എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ചായ പോലും കുടിക്കാൻ തോന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനത്തെ അനുഭവങ്ങളുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ അല്ലാതെ ജനിച്ചോളന്നല്ല, നമ്മൾ താമസിച്ച നമ്മളേതെന്ന് കരുതുന്ന വീട് നമുക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഷിറ്റപ്പനെ എങ്ങനെ രാത്രിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ കൂടെ ഒന്ന് കളിച്ച് നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ ആളുടെ കൂടെ കളിച്ചില്ലെങ്കിൽ ആൾക്ക് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയാൽ റോഡ് സൈഡ് എന്നാൽ ചെകുത്താൻ്റെ നടുക്കടലിൻ്റെ നടുക്ക് എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ. പിന്നെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അയ്യോ, എങ്ങനെയായാലും നമ്മൾ നിൽക്കുന്ന വീട് നല്ല വൃത്തി ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. വലിയ വൃത്തിയായിട്ട് പുറത്തുള്ളവർക്ക് തോന്നില്ലെങ്കിലും എനിക്കിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ താമസിക്കാത്ത അടച്ചിട്ട വീടായതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. തൂപ്പും തൊടയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ടാണ്. ഞാൻ ചോറിൻ്റെ ഒക്കെ പണി നോക്കാനുണ്ട്. അങ്ങനെ ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. ഇപ്പോൾ തട്ടൊക്കെ ഏകദേശം നോക്കി ആയിട്ടുണ്ട്. തീ കത്തിക്കലൊന്നും ഇന്ന് നമുക്ക് നടക്കില്ല, കാരണം എന്താ വെച്ചാൽ കുഞ്ഞില്ലോണ്ട് തീ കത്തിക്കൽ നടക്കില്ല. അപ്പോൾ ആദ്യം റൂം സെറ്റാക്കണം. എന്താ വെച്ചാൽ ചുറ്റുമേനെ കിടത്തി ഉറക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോർത്തിയിട്ട് എന്ത് ഭയങ്കര പൊടി കിട്ടുക. എന്താ വെച്ചാൽ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും പിന്നെ പൊടിയുണ്ട്. അതെന്താ വെച്ചാൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റൂം ഞാനിങ്ങനെ ക്ലീനാക്കി ഇനി ഈ കസേര എടുത്ത് മാറ്റിയിട്ട് ഇവിടെ കട്ടിലൊന്ന് സെറ്റാക്കി. ചിറ്റപ്പാ, എൻ്റെ ചിറ്റപ്പന് ബോരടിക്കുന്നുണ്ടാ? ഓ ചൂച്ചു ബോരടിക്കുന്നുണ്ടോ എൻ്റെ ചിറ്റപ്പന്? എന്നിട്ട് നമുക്ക് ഈ തുണിയെല്ലാം ഭിത്തിയാക്കാം. നല്ല ഉമ്പായിട്ടുണ്ടേ, കാണിച്ച മോനെ. ഓ ഉമ്പായിട്ടുണ്ട്. അങ്ങനെ റൂമെല്ലാം പൊടിയൊക്കെ തുടച്ച് തറയൊക്കെ തുടച്ച് നമ്മൾ ജനലിൽ കമ്പിയൊക്കെ തുടച്ചു കേട്ടോ. എന്നിട്ട് നല്ല ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നരമ്പൻ ഉപ്പേരി ആക്കി കേട്ടോ, കാരണം ഇന്ന് കഞ്ഞി ആക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പെട്ടെന്നൊരു കച്ചമ്പറും തട്ടിക്കൂട്ടി, കാരണം എന്താ വെച്ചാൽ ഒരുപാട് പണിയുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കച്ചമ്പറും ഈ വറവും കൂട്ടിയിട്ട് കഞ്ഞിയായിട്ട് നമ്മൾ കുടിക്കാമെന്ന് വിചാരിച്ചു. അടുക്കള വൃത്തിയാക്കാണ്ട് ബാക്കി എല്ലാ സ്ഥലവും വൃത്തിയാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയാ എന്താ വെക്കേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് പുതിയ വീടായതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഒന്നൊരു പൊട്ടത്തിയെ പോലെ ഉണ്ട്, എന്ത് ചെയ്യണം എങ്ങനെ ആക്കണമെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ 1:30 ആയിട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ. അപ്പോൾ കഞ്ഞി എടുത്തു. പിന്നെ ഗിരീശേട്ടനും ഷിറ്റുമോനും കഞ്ഞി കൊടുത്തു. ഷിറ്റുമോൻ ഗിരീശേട്ടനെ കുടിക്കാൻ വിടിയില്ല. അപ്പോൾ ഞാൻ തന്നെ വേഗം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയതിൻ്റെ സമാധാനത്തിൽ ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഹാള് കേട്ടോ, കുഞ്ഞി ഹാള്. അങ്ങനെ നമ്മൾ കഞ്ഞി കുടിച്ചു. അപ്പോൾ ഗിരീശയുടെ മാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൂട്ടി കഴിക്കുന്ന സങ്കടത്തിൽ ഞാനിങ്ങനെ വിശക്കുന്നുണ്ട്, വാരി വിഴുങ്ങുക കേട്ടോ. കഞ്ഞി കുടിക്കുമ്പോൾ പോലെ ഇവള് വെറുതെ വിടില്ലെന്നുള്ള ഭാഗത്തിൽ ഗീശാണ്ട് ഇരുന്നതാട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അമ്പു വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും ആക്കി കൊടുക്കണം.
അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് തന്നെ പോകും കേട്ടോ. വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ അമ്പു വന്നു. ഇന്നത്തെ വീഡിയോ